ഇപ്പോൾ ഈ പാലാ സെൻറ് തോമസ് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ ആ കുട്ടിയാണ് അവിടെ നഗ്ന ദൃശ്യങ്ങൾ സഹപാഠികൾ ആ കുട്ടിയുടേതാണ് പ്രചരിപ്പിച്ചത്. ആ കുട്ടിയുടെ അച്ഛൻ്റെ പ്രതികരണത്തിലേക്ക് പോകാം. സെൻറ് തോമസ് സ്കൂളിൽ 9ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന എൻ്റെ മകനെ കൂടെ പഠിക്കുന്ന സഹപാഠികൾ മാനസികമായിട്ട് പീഡിപ്പിക്കുകയും റാഗ് ചെയ്യുകയും ആ വീഡിയോ എടുത്ത് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഒരു തവണയല്ല, പല തവണയും ഇത് ചെയ്തിട്ടുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്ക് ഒരു സുരക്ഷിതത്വമില്ല. സാറന്മാർ ഇത് അറിയുന്നില്ല. അവരോട് ചോദിക്കുമ്പോൾ ഞങ്ങൾ കാണും. ഒരു തവണയല്ല, പല തവണയത് കൂടത്തിൽ പഠിക്കുന്ന പിള്ളേർ തന്നെ ഈ വീഡിയോ എടുത്ത് മൊബൈൽ സ്കൂളിൽ കൊണ്ടുവന്ന വീഡിയോ എടുത്ത് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തേക്കുന്നത്. ആരെ വിശ്വസിച്ച് പിള്ളേരെ ഈ സെൻറ് തോമസ് സ്കൂളിലേക്ക് വിടാൻ പറ്റും? ഈ സെൻറ് തോമസ് സ്കൂളിലെ പ്രവർത്തനങ്ങൾ ഈ രീതിയിലാണെങ്കിൽ ഒരു പിള്ളേർക്ക് സുരക്ഷിതത്വമില്ല. അവിടെ വളരെ മോശമായ രീതിയിലാണ് അവിടുത്തെ പരിപാടി ഇങ്ങനെയാണ് പോകുന്നത്. ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഞാൻ പാലാ CIക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ അവർ സഹിതമാണ് പരാതി കൊടുത്തേക്കുന്നത്. ഗോകുൽ തുടരുന്നുണ്ട്. ഗോകുൽ, ഇത് പലതവണ ഉണ്ടായിട്ടുണ്ട് എന്നാണ് കുട്ടിയുടെ അച്ഛൻ പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ട് സ്കൂൾ അധികൃതർ നടപടിയെടുത്തില്ല? നേരത്തെ രക്ഷിതാക്കൾ പരാതിപ്പെട്ടിരുന്നത് തന്നെയല്ലേ? അദ്ദേഹം പറഞ്ഞ അനുസരിച്ച് നമ്മൾ അന്വേഷിച്ചിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ കുട്ടിയുടെ ഭാഗത്തു നിന്നും സമാനമായ പ്രതികരണം തന്നെയാണ്. ഇതിനു മുമ്പും കുട്ടിക്ക് ഉപദ്രവങ്ങൾ ഈ എന്നാണ് കുട്ടി വ്യക്തമാക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്കൂൾ അധികൃതരെ നേരത്തെ തന്നെ അറിയിച്ചിരുന്നാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്ന്. പക്ഷെ അവർ വേണ്ട രീതിയിൽ ഉള്ള ഗൗരവം ഈ വിഷയത്തിൽ കാണിച്ചില്ല. അല്ലെങ്കിൽ കുട്ടികൾ തമ്മിലുള്ള ചെറിയ പ്രശ്നമായി കണക്കാക്കിക്കൊണ്ട് അതിനെ നിസ്സാരവൽക്കരിക്കുന്ന ഒരു നിലപാടാണ് സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നും, പാലാ സെന്റ് തോമസ് സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ഏറ്റവും ഒടുവിലുണ്ടായിരിക്കുന്ന ഈ ഒരു സംഭവത്തിൽ അത്തരത്തിൽ അത് വലിയൊരു അല്ലെങ്കിൽ ഒരു ക്രൂരമായിട്ടുള്ള ഉപദ്രവമായി തന്നെ നമുക്കതിനെ കണക്കാക്കാൻ സാധിക്കുന്നതാണ്. ഇതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ അധ്യാപകരുടെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് ഈ കുട്ടിയുടെ പിതാവ് ആരോപിക്കുന്നത് ശരിവെക്കുന്ന തരത്തിൽ തന്നെയാണ് ആ വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും സ്കൂൾ അധികൃതർക്ക് ഇതിൽ നിന്നും കൈയൊഴിയാനായിട്ട് സാധിക്കുകയില്ല. അവരുടെ ഭാഗത്തു നിന്നിട്ടുള്ള നോട്ടക്കുറവ് അല്ലെങ്കിൽ വേണ്ട രീതിയിലുള്ള ഇടപെടൽ ഉണ്ടാവാത്തത് മൂലമാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ സ്കൂളിൽ വീണ്ടും വീണ്ടും ആവർത്തിച്ചത് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കും. എന്തായാലും പോലീസ് ഈ സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട്. പോലീസിന് ഈ സ്കൂൾ അധികൃതരുടെ അടക്കം മൊഴി ഈ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തും എന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ മാത്രമേ സ്കൂൾ അധികൃതരുടെ കൂടുതൽ വിശദീകരണം അവർ ഏത് വിധത്തിലായിരിക്കും പോലീസിനോട് ഈ സംഭവത്തെ പറ്റി വിശദീകരിക്കുക, വാദിക്കുക എന്നുള്ള കാര്യം നമുക്ക് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്തായാലും നിലവിൽ ഇപ്പോൾ ഇത്തരത്തിൽ അറിഞ്ഞില്ല, ഇങ്ങനൊരു സംഭവം ഉണ്ടായത് അറിഞ്ഞില്ല എന്നുള്ളൊരു നിലപാടും പ്രതികരണവും മാത്രമാണ് സ്കൂൾ അധികൃതരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. എന്തായാലും കേസിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരും. ഇനി ഏതു വിധത്തിലായിരിക്കും ഇത്തരത്തിൽ ഈ ഉപദ്രവിച്ചിട്ടുള്ള കുട്ടികൾക്കെതിരായിട്ടുള്ള നടപടികൾ ഉണ്ടാവുക എന്നതടക്കം വരുന്ന മണിക്കൂറുകൾ നമുക്ക് വ്യക്തമാക്കാനായിട്ട് സാധിക്കും. എന്തായാലും ജുവനൈൽ വിഭാഗത്തിലായിരിക്കും ഈ കേസ് രജിസ്റ്റർ ചെയ്ത് അതിന്റെ തുടർ നടപടികൾ ഉണ്ടാകുക എന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. എത്രയും വേഗം തന്നെ കേസ് അന്വേഷണത്തിൽ തുടർ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് നടപടികളിലേക്ക് കടക്കുമെന്ന് തന്നെ പാലാ പോലീസും വ്യക്തമാക്കിയിട്ടുണ്ട്. കോട്ടയത്ത് നിന്ന് ഗോകുൽ രമേശാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.